ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താണ് ഓഡിറ്റ് എന്നുള്ളത് നോക്കി, ഡെഫിനിഷനെല്ലാം. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് എൻ ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ ഓഫ് ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ് ടിപ്പിക്കലി ബൈ എൻ ഇൻഡിപെൻഡൻറ്റ് ബോഡി. അതായത് ഓഡിറ്റ് കനോട്ട് എക്സ്പെക്റ്റ് ടു ഡിറ്റക്റ്റ് എവറി ഫ്രോഡ്. എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കണ്ടക്ട് ഓൺ ഒഫീഷ്യൽ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ ഓഫ് കമ്പനീസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനേഷനൊക്കെ നല്ല കണ്ടതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിംഗ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ, ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് നോക്കാം. അപ്പം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ആർ ഓഫ് 2 ടൈപ്സ്. അതായത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതേപോലെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ്. ഇത് കൂടാതെ സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആർ ഓൾസോ ദെയർ. അപ്പോൾ ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താ? ടു വെരിഫൈ ദി അക്കൗണ്ട്സ് ആൻഡ് ടു റിപ്പോർട്ട് whether the balance sheet and profit and loss account have been drawn properly according to Companies Act, and whether they exhibit a true and fair view of the state of affairs of the concern. But such verification of accounts and reporting to management are vital factors for promoting efficiency and accuracy in the maintenance of accounts, so that the owners of a business may get accurate information about the financial condition of their business. അപ്പോൾ ഇങ്ങനെയുള്ള ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇസ് ഡൺ ടു സീ ഇഫ് ദേ ആർ കറക്റ്റ്, കംപ്ലീറ്റ് ആൻഡ് ഇൻ കൺഫോമിറ്റി വിത്ത് ദി ലോ. അതായത് കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം തന്നെയാണോ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യലും കൂടെയാണ്. So for this, an auditor has to discover errors and frauds. So these are the objects of audit എന്ന് പറയുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആർ ഓൾസോ ദെയർ. അപ്പം ഞാൻ ആദ്യം പറയാൻ പോണത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ ഇസ് അതായത് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഫെസിലിറ്റേറ്റ് ദ ഓഡിറ്റർ ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ആസ് റിപ്പോർട്ടഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതേപോലെ ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഡിസ്ക്ലോസ്ഡ് ബൈ ബാലൻസ് ഷീറ്റ്. ഈ രണ്ടെണ്ണത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, കറക്റ്റ് ആണോ എന്നുള്ളത്, ഓഡിറ്റർ ഒപ്പീനിയനിൽ ഇത് കറക്റ്റ് ആണോ ഇല്ലെന്ന് നോക്കലാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതേപോലെ ദ ആഡിക്വസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഷോൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആഡിക്വേറ്റ് ആണോ, വെദർ ഇറ്റ് ഇസ് റിലയബിൾ, ഇതൊക്കെ നോക്കണം. അതേമാതിരി ദ മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് പ്രകാരമുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. അതേപോലെ ദ മെയിൻ്റെനൻസ് ആൻഡ് ആക്യുറസി ഓഫ് ഓൾ ഡോക്യുമെൻറ്റ്സ്, വൗച്ചേഴ്സ് ആൻഡ് എവിഡൻസസ് സപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതായത് നിങ്ങൾ ചിലപ്പോൾ പേർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് കാണിച്ചിട്ടുണ്ടാവാം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വൗച്ചേഴ്സ് ഉണ്ടോ, എവിഡൻസസ് ഉണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യും. അതേപോലെ ദ ആഡിക്വസി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡഡ് ടു ദ ഓഡിറ്റർ ടു ഫെസിലിറ്റേറ്റ് ദി കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കൂടാതെ നേരിട്ട് അവർ പല ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസൊക്കെ, പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസൊക്കെ ആഡ്വക്കേറ്റ് ആണോ. ഓക്കെ, ഇതെല്ലാം നോക്കലാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതാണ്. എന്താ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഓഡിറ്റർ ഇസ് ടു റെസ്പെക്ട് ടു ദ ഓണേഴ്സ് ഓഫ് ഹിസ് ബിസിനസ്, expressing his opinion whether the accounts exhibit true and fair view of the state of affairs of the business. ഓക്കെ, അപ്പം ഷെയർ ഹോൾഡേഴ്സാണ് ഓഡിറ്റേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുക. സോ ദേ ഷുഡ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണം, ദേ ഷുഡ് റിപ്പോർട്ട്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ,
ദാറ്റ് ഈസ് എ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇനി സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ അഡീഷൻ ടു ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഡിറ്റിംഗ് ഹാസ് സർട്ടൻ സബ്സിഡിയറി ഒബ്ജക്റ്റീവ്സ് ഓൾസോ. ഈ സബ്സിഡിയറി ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നതാണ് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ദ റീ ഒക്കറൻസ് ഓഫ് ദോസ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, അതേമാതിരി ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഒമിഷൻസും ഉണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? At the very outset, it would be apt to remark that errors generally arise out of the innocence and carelessness on the part of those responsible for the preparation of accounts. അറിയാതെ പറ്റിപ്പോകുന്നതാണ് എറേഴ്സ് എന്ന് പറയുന്നത്. വൈൽ ഫ്രോഡ് ഇൻവോൾവ്സ് സം ഇൻറ്റൻഷൻ ടു ഗെയിൻ ഔട്ട് ഓഫ് മാനിപ്പുലേറ്റിംഗ് റെക്കോർഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ് എറേഴ്സ് എന്നുള്ളത് നമ്മൾ നോക്കാം. Following are the various kinds of errors: errors of omission, errors of commission, compensating errors and errors of principle. ഇത് കൂടാതെ വേറെയും പറയുന്നുണ്ട് ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവാണ് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറേഴ്സ് എന്നുള്ളത്. അപ്പോൾ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ദ മിസ്റ്റേക്ക് കമ്മിറ്റഡ് unintentionally because of ignorance, carelessness on the part of those responsible for preparation of accounts. നേരെ മറിച്ച് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻവോൾവ് സം ഇൻറ്റൻഷൻ ടു ഗെയിൻ ഔട്ട് ഓഫ് മാനിപ്പുലേറ്റിംഗ് റെക്കോർഡ്സ്. എന്തെങ്കിലും ഒരു ചതി, അതായത് ഒന്നുകിൽ കൂടുതൽ എന്തെങ്കിലും കാണിച്ചും കൊണ്ട് പൈസ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചതിയാവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ കൂട്ടി കാണിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിനിന് വേണ്ടിയിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻറ്റൻഷണൽ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ട്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഫ്രോഡ് എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവുക. അപ്പം ഓഡിറ്റിങ്ങിൻ്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഇതാണ് വരുന്നത്. എന്താണ്? ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഒമിഷൻസും സെക്കൻഡ് വൺ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡും ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഒമിഷൻസിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് എററാണ് ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയും. ക്ലറിക്കൽ എറേഴ്സ് ഒക്കർ വൈൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്, ലെഡ്ജർ പോസ്റ്റിംഗ്, ബാലൻസിങ് ഓർ കാസ്റ്റിംഗ് അക്കൗണ്ട് ബാലൻസസ്. അതായത് കെയർലെസ്നെസ് കാരണം അല്ലെങ്കിൽ നെഗ്ലിജൻസ് കാരണം എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ എറേഴ്സ് ഓഫ് ഒമിഷൻ. അപ്പോൾ എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ദ എറേഴ്സ് which arise on account of transactions into being recorded in the books of accounts either wholly or partly. If a transaction has been totally omitted, it will not affect trial balance. Hence, it is more difficult to detect. നേരെ മറിച്ചിട്ട് if a transaction is partially recorded, the trial balance will not agree and it can be easily detected. അതായത് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റം വിട്ടു പോവാം, എഴുതാൻ വിട്ടു. ഇപ്പോൾ ക്രെഡിറ്റ് പേർച്ചേസ് ആണ്, ക്രെഡിറ്റ് പേർച്ചേസ് എഴുതാൻ വിട്ടുപോയി. അപ്പം രണ്ട് തരത്തിൽ ഇങ്ങനെ ഒമിഷൻ വരാം. ഒന്നുകിൽ കംപ്ലീറ്റ് ഒമിഷൻ ആവാം, അല്ലെങ്കിൽ പാർഷ്യൽ. കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. പാർഷ്യൽ ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത്, ഇപ്പോൾ ക്രെഡിറ്റ് പേർച്ചേസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണിച്ചിട്ടുണ്ടാവും, വേറെ സ്ഥലത്ത് കാണിക്കാതെ ആയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യില്ല, ടാലി ആവില്ല, അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ഇസ് ഒമിറ്റഡ് ഫ്രം റെക്കോർഡിംഗ് either fully or partially. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് തേർഡ് വൺ ഇസ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. അപ്പോൾ എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വെൻ ഇൻകറക്റ്റ് എൻട്രീസ് ആർ മെയ്ഡ് in the books of accounts either wholly, partially. Such errors are known as errors of commission.
അപ്പം വിട്ടുപോവല്ല ചെയ്യുന്നത്, ഇൻകറക്റ്റ് ആയിട്ട് എഴുതുക. ഇൻകറക്റ്റ് ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പം വെൻ എ ട്രാൻസാക്ഷൻ ആസ് റെക്കോർഡഡ് ബട്ട് ഹാസ് ബീൻ റോങ്ലി എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ പോസ്റ്റഡ് ഇൻ ലെഡ്ജർ. അതായത് ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഇൻവോയ്സ് ഫോർ 18,600 ഇസ് എൻറ്റേർഡ് ഇൻ ദ പർച്ചേസ് ബുക്ക് ആസ് 16,800. ഫിഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവുക. അങ്ങനെ വരുന്ന തെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, എറേഴ്സ് ഓഫ് commission. Then next one is compensating errors എന്ന് പറയും. Compensating errors എന്ന് പറഞ്ഞാൽ when two or mistakes are committed which counterbalance each other. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ if the amount is wrongly debited by ₹100 less and wrongly credited by 100, സച്ച് മിസ്റ്റേക്ക് ഇസ് നോൺ ആസ് കോമ്പൻസേറ്റിംഗ് എറർ. അതായത് ഒരു സ്ഥലത്ത് ഡെബിറ്റ് ചെയ്യേണ്ടതിന് ക്രെഡിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യേണ്ടിടത്തിൽ ഡെബിറ്റും ആയി പോവുക. അങ്ങനെ വരുന്ന ദ മോസ്റ്റ് ഓഫ് ദി എറേഴ്സ് ഒക്കർ ബൈ മിസ്റ്റേക്ക്. സം എറേഴ്സ് മേ ബി കമ്മിറ്റഡ് ഇൻറ്റൻഷനലി ബൈ ദ പേഴ്സൺസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ദ അക്കൗണ്ട്. സച്ച് എറേഴ്സ് വിൽ സീരിയസ്ലി എഫക്ട് ദ റിസൾട്ട് ഷോൺ ബൈ ദി അക്കൗണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത് 800 ആണ്. 800 പകരം 8,000 ആയി പോവുക. അറ്റ് ദ സെയിം ടൈം വേറൊരാളെ അക്കൗണ്ട് 800 ഡെബിറ്റ് ചെയ്യേണ്ടതിന് 8,000 ആയിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന, അതായത് ആളുകളെ എന്താ പറയുക, മാറ്റിപ്പോവോ, അങ്ങനെ ഒരാളുടെ നിന്ന് കിട്ടുന്നത് വേറൊരാളായിട്ട് ഇത് എൻ്റർ ചെയ്തൊക്കെ പോകുന്നതിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അത് കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കൂടാതെ 2 തരത്തിൽ ഇനിയും വരുന്നുണ്ട്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഓഫ് എറേഴ്സ്. ദീസ് ആർ ദ എറേഴ്സ് കമ്മിറ്റഡ് ബൈ നോട്ട് പ്രോപ്പർലി ഫോളോയിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ട് പറ്റുന്ന തെറ്റുകൾക്കാണ് എന്തെന്ന് പറയുന്നത്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ദേ അറൈസ് മെയിൻലി ഡ്യൂ ടു ദ ലാക്ക് ഓഫ് നോളജ് ഓഫ് അക്കൗണ്ടിങ്. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി ട്രീറ്റ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ വരും എറേഴ്സാണ് errors of principle. Then last one is errors of duplication. Such errors arise when same transaction has been recorded twice in the books of original entry and also posted twice in the ledger. അതായത് പർച്ചേസ് ഒരു 8,000 ഉണ്ട്, അത് 2 പ്രാവശ്യം എഴുതി പോവുക. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വരുന്നതിനെയാണ് എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, താങ്ക് യു. വൺ മോർ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞിട്ടില്ല, ബാക്കി നാളെ എടുക്കാം. താങ്ക് യു.